സഖ്യത്തിൽ ഒന്നും ശുഭകരമല്ല. അവിടെ RJDക്ക് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ അത്രയും വന്നില്ല എങ്കിൽ പോലും ഒരു വലിയ നഷ്ടമാണ് എങ്കിൽ പോലും അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസ് തകർന്നടിയുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇടത് പാർട്ടികളുടെ നിലയും. ഇപ്പോൾ 5 സീറ്റുകളിൽ മാത്രമേ ഇടത് പാർട്ടികൾക്ക് ലീഡുള്ളൂ. കഴിഞ്ഞ തവണ 16 സീറ്റുകൾ 3 പാർട്ടികളും ചേർന്ന് നേടിയ സ്ഥാനത്ത് ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ട് പോലും അവർക്ക് നില മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പിന്നോക്കം പോയി. എടുത്തു പറയേണ്ടത് CPIക്ക് ഇപ്പോൾ ഒരു സീറ്റിലും ലീഡില്ല എന്നതാണ്. CPM-നേക്കാൾ CPI ആണ്, അതിനേക്കാൾ ശക്തരാണ് CPI ML. 20 സീറ്റുകളിൽ CPI ML മത്സരിച്ചിരുന്നു. അവിടെയാണ് വെറും 4 സീറ്റുകളിൽ മാത്രം ലീഡ്. കഴിഞ്ഞ തവണ 12 സീറ്റുകൾ നേടിയ പാർട്ടിയാണ് CPI ML. അവിടെയാണ് 4 സീറ്റ്. CPI ഒരു സീറ്റിലുമില്ല. അതായത് മഹാഗഡ്ബന്ധനിലെ സഖ്യകക്ഷികളിൽ ഒരു പാർട്ടിക്ക് പോലും 2020-നേക്കാൾ ഒരു സീറ്റ് പോലും അധികമായി നേടാൻ സാധിക്കുന്നില്ല. അതാണ് മഹാഗഡ്ബന്ധൻ ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പാർട്ടി അവർ NDAയിലായിരുന്നപ്പോൾ അവർക്ക് സീറ്റ് കിട്ടിയതാണ്. 4 സീറ്റുകൾ അവർക്ക് കിട്ടിയതാണ് കഴിഞ്ഞ തവണ. ഇത്തവണ അവർ ഇവിടെ മഹാസഖ്യത്തിന്റെ കൂടെ എത്തിയപ്പോൾ അവർക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് നേടാൻ കഴിഞ്ഞിട്ടില്ല. BJP ഇപ്പോഴും 73 സീറ്റുകളിൽ ലീഡ്, JDU 74 സീറ്റുകളിൽ ലീഡ്. അതായത് രണ്ടുപേരും കൃത്യം ഒരേ രീതിയിലുള്ള പ്രകടനമായിരുന്നു